പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് മസ്ദ ടിപ്പർ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഡ്രൈവിങ്ങിലെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പം അങ്ങനെയുള്ളൊരു മാത്രം കാണുക. അപ്പോൾ നമ്മളിങ്ങനെ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ, ബ്രേക്ക്, അങ്ങനെ സൈഡിൽ ക്ലച്ച്, പിന്നെ ഇവിടെ വരുന്നത് ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ ഇവിടെ ഒരു ഹോണിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ക്ലച്ചിൻ്റെ ഫ്ലൂയിഡിൻ്റെ ചെറിയ ടാങ്കാണ്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ സ്വിച്ച്. ഒന്നുകൂടെ അടിക്കുമ്പോഴാണ് അത് സ്റ്റാർട്ടാകുന്നത്. അത് അകത്ത് കയറി ഇരുന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പം ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള കാഴ്ച ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ലിവറിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ്, പാസ് ലൈറ്റൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇടതുവശത്ത് കാണുന്ന ഈ ലിവറിലാണ് വൈപ്പറിൻ്റെ ആ ഗ്ലാസ്സിലോട്ട് വൈപ്പറിൻ്റെ വാഷറും, അതുപോലെ തന്നെ വൈപ്പർ ഓൺ ഓഫ്, വൈപ്പറിൻ്റെ സ്പീഡും ഒക്കെ ഈ ലിവറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇതൊരു എയറിൻ്റെ വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിലുമായിട്ട് ഇതുപോലെ തന്നെ 2 എയർ വെൻറ്റുകൾ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് എക്സ്ഹോസ്റ്റ് ബ്രേക്കിൻ്റെ സ്വിച്ചാണ്, ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ചാണ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. ഇതൊരു സ്വിച്ച് കൊടുത്തേക്കുന്ന ഓപ്ഷൻ സ്വിച്ചാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കാണുന്ന മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മീറ്റർ റിയറിൻ്റെ എയർ ബാർ മീറ്ററാണ്. ഇത് ഫ്രണ്ട് എയർ ബാർ മീറ്ററാണ്. നേരെ അടിയിലായിട്ട് കാണുന്നത് ടെമ്പറേച്ചറിൻ്റെ മീറ്ററാണ്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്യൂവലിൻ്റെ മീറ്ററാണ്. പിന്നെ ഇത് സ്പീഡ് ഓവർ മീറ്ററാണ്. ഇതിന് ഉള്ളിൽ തന്നെ വണ്ടിയുടെ കിലോമീറ്റർ, അതുപോലെ തന്നെ ഒരു ട്രിപ്പ് എൻ്റെ ഒരു മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ നോബിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് 0 ആയിട്ട് വരുന്നതാണ്. അപ്പം ഗിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 5 ഗിയർ സ്പീഡ് ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ഒരു റിവേഴ്സും ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഗിയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഹൈ ലോഡ് നല്ല കയറ്റമൊക്കെ ഉള്ളപ്പം മാത്രം ഉപയോഗിക്കാനുള്ളൊരു ഗിയറാണ്, എക്സ്ട്രാ ഗിയർ. അതുപോലെ ഈ ക്ലസ്റ്ററിൻ്റെ താഴെയായിട്ട് കാണുന്ന ഒരു സ്വിച്ചുണ്ട്, അതും എൻജിൻ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചാണ്, പുഷ് ആൻഡ് പുൾ സ്വിച്ചാണ്. അത് നമുക്ക് ആദ്യം ഈ കാണുന്ന ഈ എൻജിൻ സ്വിച്ച് വർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നേക്കുന്ന GPS-ൻ്റെ എമർജൻസി സ്വിച്ചാണ്. അതൊന്ന് ഹൈഡ് ചെയ്ത് ഒരു LED ബൾബിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒട്ടിച്ചേക്കുന്നേ ഉള്ളൂ. ഇത് GPS ഇതിൻ്റെ വന്നേക്കുന്നത് ഇതാണ്, ഇതിൻ്റെ GPS-ൻ്റെ മൊഡ്യൂളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ടിപ്പിംഗ് മെക്കാനിക്സിൻ്റെ ലിവറുകളാണ് ഈ 2 ലിവറുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു പഴയ മോഡൽ സിസ്റ്റം ആയതുകൊണ്ട് ഇത് മാനുവലായിട്ടാണ്. ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊക്കെ ഇതൊക്കെ എയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ആദ്യം കാണുന്നതാണ് PTOയുടെ ലിവർ. ക്ലച്ച് ചവിട്ടിയാണ് ഈ PTO വണ്ടി ന്യൂട്രലാക്കിയിട്ട് ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഈ PTO ഗിയർ മുകളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇത് നമ്മുടെ പെട്ടി അൺലോഡ് ചെയ്യാനുള്ളതാണ് ഈ ലിവർ. പൊക്കാനും താക്കാനുമാണ് ഈ ലിവർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇതിനായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഹെവി വാഹനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് സാധാരണ ഡ്രൈവർമാർ എൻജിൻ ഓയിൽ, അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ വെള്ളം, വാട്ടർ ലെവൽ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എയറിൽ ബാറുണ്ടോ എന്നുള്ളത്, എയറിൻ്റെ ടാങ്കിൽ 2 ടാങ്കിലും എയർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻജിൻ സ്വിച്ച് ഓണാക്കി കഴിയുമ്പോഴത്തേനും
ഇതുപോലെ എയറിൻ്റെ ബാറുകൾ ഇതുപോലെ ലെവൽ കാണിക്കും. അപ്പോൾ ഈ ബാറ് ഈ റെഡ് ലൈനിലും കുറവാണെങ്കിൽ ഇവിടെ ഈ റെഡ് ലൈറ്റ് കത്തി നിൽക്കും. ഈ റെഡ് ലൈറ്റ് അത് 2 മീറ്ററിന് റീഡിങ്ങിനകത്ത് റെഡ് ലൈറ്റ് ഉണ്ട്. ലോ എയർ പ്രഷർ കാണിക്കും. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ട് ചെയ്തൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ എയർ പെട്ടെന്ന് ഇതിനകത്ത് പ്രൊഡ്യൂസ് ആവും. എയർ ടാങ്ക് ഫില്ലാവും. ഈ മീറ്റർ ഇങ്ങനെ കയറി വരും. ഇതിപ്പം ഓൾറെഡി എയർ ഇതിനകത്തുണ്ട്, ഫില്ലാണ്. ഇപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി ഏതെങ്കിലും രീതിക്ക് എയർ കുറവാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം അങ്ങനെയാണ്, എയർ ബ്രേക്ക് സിസ്റ്റങ്ങളൊക്കെ അങ്ങനെയാണ്. എയർ കുറവാണെങ്കിൽ ബ്രേക്ക് ജാമായിട്ട്, സ്പ്രിങ് ബ്രേക്ക് വർക്കായിട്ട് ബ്രേക്ക് ജാമായിട്ട് വണ്ടി അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്ററാണ്. സ്റ്റിയറിങ് നമ്മളുടെ ഇഷ്ടത്തിന് മുകളിലോട്ട് പൊക്കുവോ അതുപോലെ തന്നെ താഴോട്ട് താക്കുവോ മുന്നോട്ടും പുറകോട്ടും ഒക്കെ നമുക്ക് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിവറാണ് ഈ ലിവർ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെവി വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ചെരുപ്പ് ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റബ്ബർ ചെരുപ്പ് പോലുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗ്രിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ക്ലച്ച് കൊട്ടിയിട്ട് വണ്ടി ന്യൂട്രാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിപ്പം സെൻറ്ററാണ് ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ. നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഓണായി കിടക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഇതൊരു ടർബോ ചാർജ് ഇൻ്റർകൂളർ എൻജിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ലോ RPM, പിന്നെ അതായത് സ്ലോ സ്പീഡിൽ തന്നെ നല്ല ഒരുമാതിരിയുള്ള ടോർക്ക് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്കിത് ആക്സിലേറ്റർ കൊടുത്തെടുക്കേണ്ട കാര്യമില്ല. മിക്കവാറുള്ള ഡീസൽ വണ്ടികളൊക്കെ അങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മുന്നോട്ട് മൂവ് ആവും. നമ്മൾ ക്ലച്ച് ഓട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഇടുവാണ്. എന്നിട്ട് നമ്മൾ ക്ലച്ച് നിന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേനും വണ്ടി ഇതുപോലെ മുന്നോട്ട് നീങ്ങുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്ന മുന്നായിട്ട് തന്നെ നമ്മുടെ ഈ സൈഡ് മിററുകൾ കറക്റ്റായിട്ട് വെക്കണം. 2 മിററും ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. പുറകിലുള്ള വാഹനങ്ങൾ വരുന്നത് കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഇങ്ങനെ നേരെ താഴോട്ടാണ്. ഇത് ഫസ്റ്റ് മുന്നോട്ട്, സെക്കൻഡ് നേരെ താഴോട്ട്, തേർഡ് അതിന് മുകളിലോട്ട്, ഫോർത്ത് അതിൻ്റെ താഴെ, 5 ഗിയർ നേരെ വലത്തോട്ട് വന്നിട്ട് നേരെ മുകളിലോട്ട്, 5 ഗിയർ അതിൻ്റെ നേരെ താഴെയാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകൾക്കും അറിവുകൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരിക.